ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. പോലീസ് ക്യാമ്പിൽ ഉദ്യോഗസ്ഥരുടെ പരസ്യ മദ്യപാനം. അത് ശരി, ഇവരെ ആരും പെപ്പർ സ്പ്രേ അടിക്കാനില്ലേ? തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് ക്യാമ്പിലെ ഉദ്യോഗസ്ഥരായ അഭിലാഷ്, നവാസ്, വിഷ്ണു എന്നിവരാണ് ഇന്നലെ രാവിലെ പരസ്യമായിരുന്നു മദ്യപിച്ചത്. ഒരാൾ യൂണിഫോമിലുമായിരുന്നു. മെഡിക്കൽ പരിശോധനയ്ക്ക് വിളിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. വൈദ്യപരിശോധനയിൽ മദ്യപിച്ചെന്ന് തെളിഞ്ഞാതോടെ 3 പേരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, തൃപ്പൂണിത്തുറ ഹിൽ പാലസിലെ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? നല്ല തണുപ്പൊക്കെ ആയപ്പോൾ ഡ്യൂട്ടി സമയത്തായിരുന്നോ അതോ പരസ്യമായി മദ്യപിച്ചതോ? എന്താണ് ഇവർക്കെതിരെയുള്ള കുറ്റം? ശരൺ, ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. എന്തായാലും പരസ്യ മദ്യപാനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നമുക്കറിയാം, ഒരു വശത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് വലിയ പരിശോധനകൾ കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടരുകയാണ്. ഇതിനിടയ്ക്കിലാണ് തൃപ്പൂണിത്തുറ AR ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥർ 3 പോലീസ് ഉദ്യോഗസ്ഥർ പരസ്യ മദ്യപാനത്തിന് സസ്പെൻഷനിലായിരിക്കുന്നത്. ഇന്നലെ രാവിലെ 7 മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഈ 3 പേരും കുപ്പിയൊക്കെ വാങ്ങി തറയിലിരുന്ന് നിലത്തിരുന്ന് മദ്യപിക്കുകയായിരുന്നു. ഇത് മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി ഈ 3 പേരെയും മെഡിക്കൽ പരിശോധനയ്ക്കായിട്ട് വിളിക്കുന്നു. അപ്പോൾ അതിൽ ഒരാൾ, ഈ 3 പേരിൽ ഒരാൾ യൂണിഫോമിലാണ് ഉണ്ടായിരുന്നത്. യൂണിഫോമിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അങ്ങനെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് ഇയാളെ തടഞ്ഞു വെക്കുകയും പിന്നാലെ ഈ 3 പേരെയും വൈദ്യപരിശോധനയ്ക്കായി എത്തിക്കുകയായിരുന്നു. അങ്ങനെ വൈദ്യപരിശോധന നടത്തിയപ്പോഴേക്കും 3 പേരും മദ്യപിച്ചു എന്ന് തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 3 പേരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അഭിലാഷ്, നവാസ്, വിഷ്ണു എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവർക്കെതിരെ കേസ് എടുക്കാനുള്ള നടപടികളിലേക്കും പോലീസ് കടക്കുകയാണ്. ഓക്കെ, പരസ്യ മദ്യപാനം പാടില്ല എന്നുള്ളതാണ്. നിയമം അറിയാവുന്ന പോലീസുകാർ തന്നെ അത് ചെയ്യുന്നത് മോശമല്ലേ? ഒരു ഭാഗത്ത് തൂഫാൻ പിടിപിടിക്കുമ്പോൾ മറുഭാഗത്ത് ഈ പരസ്യ മദ്യപാനം എന്നൊക്കെ പറയുന്നത് ഒഴിവാക്കേണ്ടതായിരുന്നു. എന്നാലും ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ നടപടി വന്നിട്ടുണ്ട്. സാർ, കലാജയൻ പറയുന്നു. മോർണിംഗ് സാർ. മോർണിംഗ് കലാജയൻ. ചേർത്തലയിലൊക്കെ നല്ല മഴയാണ് കേട്ടോ. എല്ലാ സ്ഥലങ്ങളിലും നല്ല മഴയാണ്. ഒരു രക്ഷയുമില്ല. ലോട്ടറി കച്ചവടത്തെ ബാധിച്ചു. ഇന്നലത്തെ ഒറ്റ ലോട്ടറി പോലും ഞങ്ങൾക്ക് പോയിട്ടില്ല. അതുകൊണ്ട് രക്ഷയില്ല ഞങ്ങൾക്ക് എന്ന് കലാജയൻ പറയുന്നു. കലാജയൻ അത് അറിയാം, നമുക്ക് അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്താനല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക? എന്തായാലും മഴ ഇനി അങ്ങോട്ട് ശക്തി പ്രാപിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നമുക്കിപ്പോഴും വ്യക്തമല്ല. എങ്കിലും പരമാവധിയൊക്കെ വെക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഇപ്പോൾ എന്താ പറയാൻ പറ്റുക? ശരിയാണ്, ഈ ലോട്ടറി തൊഴിലാളികളുടെ കാര്യമാണ് കഷ്ടം. അവർക്ക് നിൽക്കാൻ പോലും പറ്റാത്ത വിധം ചില സമയത്ത് നല്ല ശക്തമായ മഴയാണ്. കയ്യിലൊക്കെ ലോട്ടറി ടിക്കറ്റ് ഇരുന്നാൽ അതിന് നിശ്ചിത ഡേറ്റ് കഴിയുമ്പോൾ കഴിഞ്ഞു പോകുമല്ലോ. അപ്പോൾ പ്രിയമുള്ളവരെ,